മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. എബ്രഹാം ലിങ്കൺ തൻ്റെ മകനെ സ്കൂളിൽ ചേർക്കാനായിട്ട് അധ്യാപികയുടെ അടുത്ത് കൊണ്ടുചെന്ന് ആക്കിയപ്പോൾ ആ അധ്യാപികയോട് എബ്രഹാം ലിങ്കൺ പറഞ്ഞ വരി വളരെ വളരെ ശ്രദ്ധേയമാണ്. ഞാൻ എന്നും ആരാധിക്കുന്ന വേർഡ്സ്വർത്തിന്റെ കവിതകൾ പോലെ ആ വരിക്ക്, എബ്രഹാം ലിങ്കൺ പറഞ്ഞ വരികൾക്ക്, ഉപദേശങ്ങൾക്ക്, നിർദ്ദേശങ്ങൾക്ക് ധന്യമായൊരു ജീവിത സന്ദേശം ഉണ്ടാക്കി. ഞാൻ എൻ്റെ മകനെ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ചിരിക്കുന്നവരോടൊപ്പം ആർത്തട്ടഹസിച്ച് ചിരിക്കാനല്ല അവനെ പഠിപ്പിക്കേണ്ടത്, കരയുന്നവരുടെ കണ്ണുനീരൊപ്പാനാണ് അവനെ പഠിപ്പിക്കേണ്ടത്. തെറ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ധാരാളം വ്യക്തികളിൽ ഒരുവനാവാനല്ല അവനെ പഠിപ്പിക്കേണ്ടത്, ശരി ചെയ്യുന്ന വ്യക്തികളുടെ കൂട്ടത്തിലുള്ള കുറച്ചുപേരിൽ ഒരുവനാവാനാണ് അവനെ പഠിപ്പിക്കേണ്ടത്. സമ്പന്നതയുടെയും ആഡംബരത്തിന്റെയും സുഖം അനുഭവിക്കാനല്ല അവനെ പഠിപ്പിക്കേണ്ടത്, ജീവിതത്തിൽ പാവപ്പെട്ടവരുടെ ദുഃഖം, അതിൻ്റെ വേദന അനുഭവിക്കാനാണ് അവനെ പഠിപ്പിക്കേണ്ടത്. ധാരാളം സമ്പത്ത് ഉണ്ടാക്കാനല്ല അവനെ പഠിപ്പിക്കേണ്ടത്, ഉള്ള സമ്പത്ത് ധന്യമായിട്ട് എങ്ങനെ വിനിയോഗിക്കണം എന്നാണ് അവനെ പഠിപ്പിക്കേണ്ടത്. അതുപോലെ സത്യസന്ധരായ കുറച്ചുപേരുടെ കൂട്ടത്തിൽ നിൽക്കാനാണ് അവനെ പഠിപ്പിക്കേണ്ടത്. തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ടും വളരെ മൗനമായിട്ടിരിക്കുന്ന വ്യക്തികളുടെ കൂട്ടത്തിൽ ഒരുവനായിട്ടിരിക്കാനല്ല അവനെ പഠിപ്പിക്കേണ്ടത്. ജീവിതം എന്ന് പറയുന്നത് ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോകലാണ് എന്നാണ് അവനെ പഠിപ്പിക്കേണ്ടത്. ജീവിതം അതീവ സുന്ദരമാണ്, സുഗന്ധപൂരിതമാണ് എന്നല്ല അവനെ പഠിപ്പിക്കേണ്ടത്. ലോകത്തിൽ സന്തോഷിക്കുന്നവരെക്കാളേറെ ദുഃഖിക്കുന്നവരാണുള്ളത് എന്നാണ് അവനെ പഠിപ്പിക്കേണ്ടത്. വേദനിക്കുന്നവരുടെ വേദനകൾ അകറ്റാനാണ് അവനെ പഠിപ്പിക്കേണ്ടത്. നിരാശ്രയരായവർക്ക് വേണ്ടി വാദിക്കാനാണ് അവനെ പഠിപ്പിക്കേണ്ടത്. ഇങ്ങനെ 15 സന്ദേശങ്ങൾ, ആ സന്ദേശങ്ങളാണ് എബ്രഹാം ലിങ്കൺ അധ്യാപികയോട് പറഞ്ഞത് തൻ്റെ മകനെ പഠിപ്പിക്കണമെന്ന്. യഥാർത്ഥത്തിൽ ഓരോ അധ്യാപികയും അധ്യാപകനും, ഓരോ അമ്മയും അച്ഛനും ഈ എബ്രഹാം ലിങ്കൺ പറഞ്ഞതിൻ്റെ ചില കാര്യങ്ങളെങ്കിലും അവനവന്റെ ജീവിതത്തിൽ പകർത്തി മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടവർ കൊടുക്കേണ്ടതുപോലെ കൊടുക്കണം. 2.5 വയസ്സ് മുതൽക്ക് കുട്ടികൾക്ക് കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പൊ കഥകളിലൂടെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അത് നല്ല കാര്യമാവുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കൊടുക്കണം. 3, 4, 5 വയസ്സാവുമ്പോൾ കുട്ടികൾ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കും. അതിന് നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ട് ഉത്തരം പറയുകയും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും വേണം. 8, 9 വയസ്സാവുമ്പോൾ കുട്ടികൾ അമ്മയും അച്ഛനും പറയുന്നതിൽ ചിലതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കും. അപ്പോഴും പോസിറ്റീവായിട്ട്, കൺസ്ട്രക്റ്റീവായിട്ട് അവരെ എൻകറേജ് ചെയ്യണം. നീ ഇപ്പൊ നല്ലോണം ചിന്തിക്കാൻ തുടങ്ങിയല്ലേ, വളരെ നന്നായി. ഓരോരുത്തര് പറയുന്നത്, അതിലുള്ള തെറ്റുകളും ശരികളും കേൾക്കാൻ ചെവി തുറന്നു വെക്കണം, തെറ്റുകളും ശരികളും കാണാൻ കണ്ണ് തുറന്നു വെക്കണം, ശരികൾ മാത്രം എടുക്കാൻ മനസ്സ് തുറന്നു വെക്കണം. അമ്മയ്ക്ക് അഭിമാനം തോന്നുന്നു, നീ ചില കാര്യങ്ങളിൽ ചോദ്യം ചോദിക്കുന്നു, നീ തെറ്റിനെ തെറ്റ് എന്ന് തിരിച്ചറിയാൻ പാകത്തിന് വളർന്നിരിക്കുന്നു എന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം.
12, 13 വയസ്സ് കഴിഞ്ഞാൽ ജനറലി മക്കള് നിലവിലുള്ള പല വ്യവസ്ഥിതികളെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു 21 വയസ്സ് വരെ അങ്ങോട്ട് കൊടുത്തത് എടുക്കില്ല. ദൈവമില്ല, തത്വശാസ്ത്രമില്ല എന്നൊക്കെ പറഞ്ഞ് താൻ ആരൊക്കെയോ ആണ് എന്ന അഡോളസന്റ് പീരീഡിലൂടെ കടന്നു പോകുമ്പോൾ നേരത്തെ കൊടുക്കേണ്ടതൊന്നും കൊടുത്തിട്ടില്ല എങ്കിൽ ഈ സമയമാവുമ്പോൾ പലപ്പോഴും അവരെ നിയന്ത്രിക്കാനോ ഗൈഡ് ചെയ്യാനോ പറ്റാതെ വരും. അതുകൊണ്ട് ആ സമയത്ത് ഉപദേശിക്കാൻ നിന്നാൽ അവരെടുക്കില്ല. വളരെ ചെറിയ കാര്യങ്ങൾ ഉപദേശിക്കുന്ന രീതിയിൽ തോന്നാതെ കഥകളായിട്ടും ചെറിയ ചെറിയ അനുഭവങ്ങളായിട്ടും തേർഡ് പാർട്ടി ആയിട്ടുമാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറില്ലേ കുട്ടികളോട്, നല്ല കുട്ടികൾ ഭംഗിയായിട്ട് ഊണ് കഴിക്കും. അതിൻ്റെ അർത്ഥം നീ നല്ല രീതിയിൽ ഊണ് കഴിക്കണമെന്നാണ്. പക്ഷെ ആ കുട്ടിയോടല്ല, അവനെ വിരൽ ചൂണ്ടിയല്ല പറയുന്നത്. നല്ല കുട്ടികൾ മാതാപിതാക്കൾ പറഞ്ഞതനുസരിക്കും. നല്ല കുട്ടികൾ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യും. അത് നല്ല കുട്ടികൾ, തേർഡ് പേഴ്സണാണ്. അപ്പൊ ഈ 13നും 21നും ഇടയ്ക്ക് നമ്മൾ ഉപദേശിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ഏൽക്കില്ല. അപ്പോഴാണ് എൻ്റെ മക്കള് ശരിയല്ല എന്നൊക്കെ തോന്നുന്നത്. ശരിയാകേണ്ട കാലത്ത്, അവർക്ക് സമയം ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾക്ക് സമയമില്ല എന്ന രീതിയിൽ ജീവിച്ചു. അവർക്ക് കേൾക്കാൻ താല്പര്യവും സമയവും ഇല്ലാത്ത സമയത്ത് നിങ്ങൾ അതെല്ലാം ഉണ്ടാക്കി അവനെ മുമ്പിൽ വിളിച്ചു വരുത്തിയാൽ, അവളെ മുമ്പിൽ വിളിച്ചു വരുത്തിയാൽ പലപ്പോഴും എടുക്കില്ല കുട്ടികൾ. 21 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 20, 21 കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഉപദേശം ആവശ്യമില്ല. അപ്പൊ കയറിയിട്ട് എന്ത് പറഞ്ഞാലും അപ്പൊ ഒരു സുഹൃത്തിനെ പോലെ ചർച്ച ചെയ്യണം. ഗുണദോഷങ്ങള് ചർച്ച ചെയ്യണമെന്ന് മാത്രമല്ല, അച്ഛൻ്റെയും അമ്മയുടെയും സംശയം പോലും മക്കളോട് ചോദിച്ച് അവര് നമുക്ക് തുല്യരാണ് ഇന്റലക്ച്വലി എന്ന രീതിയിൽ പെരുമാറുമ്പോഴാണ് അവർക്ക് കുടുംബത്തിലും മാതാപിതാക്കളോടും സ്നേഹം ഉണ്ടാവുക. ശരിക്കും എബ്രഹാം ലിങ്കൺ തൻ്റെ ചെറിയ കുട്ടിയെ കൊണ്ടുപോയി ടീച്ചറോട് പറഞ്ഞ് കയ്യിൽ കൊടുത്തപ്പോ എന്തെല്ലാം പറഞ്ഞോ അതുപോലെയുള്ളത് കുറെ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ വീട്ടിലും പരസ്പരം പറഞ്ഞും ഉപദേശിച്ചും കൊടുത്ത് ധന്യമായി മക്കളെ വളർത്താൻ സാധിക്കും. മക്കൾക്ക് നല്ലൊരു ശരീരം കൊടുത്താൽ മാത്രം പോരാ, നല്ലൊരു മനസ്സുകൂടി കൊടുക്കണം. അത് ഇതുപോലെയുള്ള സന്ദേശങ്ങൾ വളരെ ശാന്തമായ രീതിയിൽ കൊടുക്കുമ്പോഴാണ് മക്കൾക്ക് ലഭിക്കുക എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.